പാമ്പുകൾ ഒറ്റപ്പെട്ടു ജീവിക്കുമെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ പാമ്പുകളും കൂട്ടത്തോടെ ജീവിക്കും. കാനഡയിലെ ഒരു ചെറുപട്ടണമായ നാർസിസിലാണ് അവിശ്വസനീയമായ ഈ പ്രതിഭാസമുണ്ടാകുന്നത്. 75,000 മുതൽ 1.5 ലക്ഷം വരെ പാമ്പുകളാണ് വസന്തകാലത്ത് ഒത്തുകൂടുന്നത്. ശൈത്യം വരുമ്പോൾ പാമ്പുകൾ കൂട്ടത്തോടെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരും. വടക്കേ അമേരിക്കയിൽ സാധാരണയായി കാണപ്പെടുന്ന റെഡ് സൈഡഡ് ഗാർട്ടർ പാമ്പുകളാണ് നാർസിസിലേക്ക് ഒന്നിച്ചെത്തുന്നത്. ശൈത്യകാലമാകുമ്പോൾ മണ്ണിനടിയിലുള്ള മാളങ്ങളിലാണ് ഈ പാമ്പുകൾ ജീവിക്കുക. തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ജീവൻ നിലനിർത്താൻ ചൂടാവശ്യമായതിനാൽ നാർസിസിലെ നിലം അവയ്ക്ക് അനുയോജ്യമാണ്. ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടുള്ള മാളങ്ങളാണ് നാർസിസിലുള്ളത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ശൈത്യകാലത്ത് ആവശ്യമായ ചൂട് ഇവിടെ നിന്ന് ലഭിക്കും. കാലാവസ്ഥ ചൂടുപിടിച്ചു കഴിയുമ്പോൾ ആൺപാമ്പുകൾ ഇണചേരാൻ വേണ്ടി പെൺപാമ്പിനെ തിരഞ്ഞ് പുറത്തിറങ്ങും. പെൺപാമ്പിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനായി മറ്റ് ആൺപാമ്പുകൾ മത്സരിക്കും. പെൺപാമ്പുകൾ നൂറുകണക്കിന് ആൺപാമ്പുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാനാകുക. നമ്മളിൽ പലരും കരുതിയിരുന്നത് പോലെ പാമ്പുകൾ ഒറ്റപ്പെട്ടു ജീവിക്കുന്നവയല്ലെന്നും സാമൂഹ്യ ജീവികൾ തന്നെയാണെന്നും ഈ പ്രതിഭാസം തെളിയിക്കുകയാണ്. എന്നാൽ ഈ കുടിയേറ്റത്തിനായി സമീപത്തുള്ള ഹൈവേ മുറിച്ചു കടക്കുമ്പോൾ നിരവധി പാമ്പുകൾ ചത്തൊടുങ്ങിയിട്ടുണ്ട്. ഇത് തടയാനായി റോഡിനടിയിൽ ഇവയ്ക്ക് കടക്കാനായി പ്രത്യേകം തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുവഴി പാമ്പുകൾ വണ്ടിയിടിച്ച് കൊല്ലപ്പെടുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നാണ് അധികൃതർ പറയുന്നത്. നാർസിസ് സ്നേക്ക് ഗാദറിംഗ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിച്ചു കഴിഞ്ഞു. നിരവധി പേരാണ് അവിശ്വസനീയമായ ഈ പ്രകൃതി പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാനായി ഇവിടെ എത്തുന്നത്.